ഗായ്സ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടെക് റിക്സ് എന്ന യൂട്യൂബ് ചാനലാണ്. 1 മന്ത് യൂസ് ചെയ്ത് കഴിഞ്ഞുള്ള സാംസങ് ഗാലക്സി F62 ഒരു ഡീറ്റെയിൽ റിവ്യൂ ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അറിയാമായിരിക്കും, ഞാൻ ഫോൺ കിട്ടിയ ഉടനെ തന്നെ റിവ്യൂ ചെയ്യാറില്ല. കുറച്ച് വീക്സ് എങ്കിലും അറ്റ്ലീസ്റ്റ് യൂസ് ചെയ്യും. സോ എനിക്ക് ഈ ഫോണിന്റെ എല്ലാ സൈഡ്സും, അതായത് പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സും മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യും. അതുമാത്രമല്ല, ഈ ഫോണിന്റെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് നടത്താൻ ഭാഗത്തിന് എല്ലാ കണ്ടീഷൻസിൽ കൂടെ അത്യാവശ്യം ഈ ഫോൺ സഞ്ചരിച്ചിട്ടുണ്ടാകും. ഒരു ലോങ്ങർ പീരീഡിലേക്ക് പോകുമ്പോൾ ഈ ഫോൺ എത്രത്തോളം പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ഏകദേശം ധാരണയായിട്ടുണ്ടാകും, ലൈക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സിനൊക്കെ ശേഷം. തുടങ്ങുന്നതിന് മുമ്പായി ചെറിയൊരു ഹെഡ്ലൈൻസ് പറയാം. സാംസങ് ഫ്ലിപ്കാർട്ട് വഴി മാത്രം ഇറക്കുന്ന മോഡലാണ് ഗാലക്സി F സീരീസ്. ആ സീരീസിൽ അവരുടെ രണ്ടാമത്തെ ഫോണാണിത്. ലാസ്റ്റ് ഇയർ 16K പ്രൈസ് റേഞ്ചിൽ ഗാലക്സി F41 ഇറങ്ങിയായിരുന്നു. പേരുകൊണ്ട് അതിന്റെ അടുത്ത വേർഷൻ ആണെങ്കിലും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് സെറ്റപ്പ് ആണിതിൽ. ഗാലക്സി M51 എന്ന ഫോൺ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ ഫോണിനോട് ചേർന്ന് നിൽക്കുന്ന സ്പെക്കൊക്കെയാണ് ഇതിൽ വരുന്നത്. സോ ഒരു പ്രീമിയം മിഡ് റേഞ്ചർ ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഗാലക്സി F62 ഓഫർ ചെയ്യുന്നത്? 6.7 ഇഞ്ച് സൂപ്പർ AMOLED ഡിസ്പ്ലേ, Exynos 9825 പ്രൊസസർ, 64 MB സോണി IMX682ന്റെ പ്രൈമറി ക്യാമറ, 7000 mAh ബാറ്ററി കപ്പാസിറ്റി വിത്ത് 25 വാട്ട് ഫാസ്റ്റ് ചാർജർ. സ്റ്റാർട്ടിംഗ് അറ്റ് ₹23,999. ഞാനിത് ഫസ്റ്റ് സെയിൽ ഡേറ്റിൽ തന്നെ ആണ് പർച്ചേസ് ചെയ്തത്. ICICയുടെ 2500 ക്യാഷ് ബാക്കോടെ 21,499 റുപ്പീസിനാണ് ഞാൻ വാങ്ങിയത്. 25K പ്രൈസ് സെഗ്മെന്റിലാണെങ്കിലും അത്യാവശ്യം വാല്യൂ ഫോർ മണി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഫോൺ എനിക്കിപ്പോൾ ഇഷ്ടമായെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. സോ 1 മന്ത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ എക്സ്പീരിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. കൂടെ എനിക്ക് തോന്നിയ 1-2 നെഗറ്റീവ്സ് കൂടി ഷെയർ ചെയ്യാം. ഇതിലേക്കെല്ലാം പോകുന്നതിന് മുമ്പായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. സോ നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്ന് വരുന്ന ഇതുപോലത്തെ ക്വാളിറ്റി ടെക് വീഡിയോസ് മിസ് ഔട്ട് ആകാതെ കാണാൻ കഴിയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയിൽ നിന്ന് തന്നെ തുടങ്ങാം. 6.7 ഇഞ്ച് ഡിസ്പ്ലേ വരുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം സൈസ് ഉള്ളൊരു ഫോണാണ്. ലൈക്ക് ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഓൾമോസ്റ്റ് എല്ലാ ഫോൺസിനെ പോലെ തന്നെ റെയർ സൈഡിൽ ഒരു പ്ലാസ്റ്റിക് മെയ്ഡാണ്. ഗൊറില്ല ഗ്ലാസ് 3ന്റെ പ്രൊട്ടക്ഷൻ ആണ് സ്ക്രീൻ സൈഡിൽ വരുന്നത്. സാംസങ് കൂടുതലും ഈ സെഗ്മെന്റിൽ പ്ലാസ്റ്റിക് ബാക്കും ഗൊറില്ല ഗ്ലാസ് 3 തരുന്ന കൊണ്ട് തന്നെ ഒരു ഡിഫറൻസ് ഒന്നും ഇവിടെ വരുന്നില്ല. ബട്ട് ഈ ഒരു ഡിസൈൻ സാംസങ് ഫോൺ എന്ന രീതിയിൽ ഒരു യുണീക് ഡിസൈൻ പാറ്റേൺ ആണ്. പ്ലാസ്റ്റിക് ആണെങ്കിലും ഒരു പ്രീമിയം റേഞ്ച് തോന്നിക്കുന്ന ഒരു ഡിസൈൻ തന്നെയാണ്. എന്റെ കയ്യിൽ ഇരിക്കുന്ന അക്വ ഗ്രീൻ എന്ന ഈ കളർ വേരിയന്റ് മുകളിൽ നിന്ന് ബോട്ടം എൻഡിലേക്ക് വരുമ്പോൾ ഒരു ഗ്രേഡിയൻ ഫിനിഷിൽ സിൽവർ കളറിലേക്ക് വരുന്നുണ്ട്. കൂടാതെ വെർട്ടിക്കൽ ആയിട്ട് ലൈൻസും കാണാം. അതുകൊണ്ടാണ് പറഞ്ഞ ഒരു യൂണീക് ഡിസൈൻ പാറ്റേൺ ആണ് എന്ന്. ഡിസൈൻ ഓക്കെയാണ്, ബട്ട് ക്വാളിറ്റി സൈഡിലേക്ക് വരുമ്പോൾ പ്ലാസ്റ്റിക് ബാക്ക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്ക്രാച്ച് മാർക്സ് വീഴാൻ ചാൻസസ് ഉണ്ട്. പോരാത്തതിന് സാംസങ് സിലിക്കോൺ കേസ് ഒന്നും ബോക്സിൽ പ്രൊവൈഡ് ചെയ്തതുമില്ല. സോ ഒരു കേസ് മേടിക്കുന്ന വരെ നല്ലപോലെ സൂക്ഷിക്കണം. സാംസങ്ങിന്റെ തന്നെ ഇതേ പ്രൈസ് റേഞ്ചിലുള്ളതും ലാസ്റ്റ് ഇയർ സക്സസ് ആയ ഒരു മോഡലാണ് ഗാലക്സി M51. ആ ഫോണിന്റെ ഓൾമോസ്റ്റ് എല്ലാം ഇതിലും കാണാൻ സാധിക്കും. ഗാലക്സി F62 ഒരു തിക്ക് ഫോണാണ്. 9.5 mm ആണ് ഇതിന്റെ തിക്നെസ്. ഗാലക്സി M51നേക്കാൾ വെയിറ്റും കൂടുതലാണ്. 218 ഗ്രാംസ് ആണ് വെയിറ്റ്. ഫ്രെയിംസിലേക്ക് നോക്കിയാൽ നാരോ ഡിസൈൻ അല്ല, കർവ്ഡ് പോളികാർബണേറ്റ് ബാക്ക് അല്ലെങ്കിൽ സാംസങ് വിളിക്കുന്ന പോലെ പ്ലാസ്റ്റിക് ബാക്ക് കയ്യിൽ നല്ലപോലെ ഗ്രിപ്പ് തരുന്നുണ്ട്. ബട്ട് സൈസും വെയിറ്റും കൂടുതലായതുകൊണ്ട് തന്നെ വൺ ഹാൻഡ് ഡിവൈസ് എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. കൂടുതൽ സമയം ബോത്ത് ഹാൻഡ്സ് യൂസ് ചെയ്തത്. ബാക്കിൽ ക്യാമറ ബോഡികളുടെ ഡിസൈനും യൂണീക്ക് ആണ്. ഒരു ചെറിയ ബമ്പ് കൊണ്ട് കവർ ചെയ്തൊരു സ്ക്വയർ ഡിസൈനിന്റെ അകത്താണ് ക്വാഡ് ക്യാമറാസ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ടേബിളിൽ വെച്ച് ടൈപ്പ് ചെയ്യുമ്പോൾ വിത്തൗട്ട് കേസ് ആണെങ്കിൽ അധികം ഒന്നും ഫോൺ അനങ്ങില്ല. ചില ഫോൺസിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ജേർക്കിനെസ് കാണാം, അത് ഇവിടെയില്ല. അപ്പൊ അതിനുള്ള ബമ്പ് ആണ് ഈ ക്വാഡ് ക്യാമറയിൽ വരുന്നുള്ളൂ. ഇനി കേസ് ഇട്ട് യൂസ് ചെയ്താൽ ഒട്ടും തന്നെ ഉണ്ടാവില്ല. ബോക്സിൽ കേസ് ഇൻക്ലൂഡ് അല്ല എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഒരു കേസ് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിയായിരുന്നു. അതിട്ട് യൂസ് ചെയ്യുമ്പോൾ ബാക്കിൽ ക്യാമറയ്ക്ക് ഒരു പ്രൊട്ടക്ഷനും കിട്ടുന്നുണ്ട്, അതുപോലെ സ്ക്രീൻ സൈഡിന് ഒരു പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്. അൺബോക്സിംഗ് വീഡിയോയിൽ പറഞ്ഞതാണെങ്കിലും ഇതുകൂടി പറഞ്ഞാൽ ഡിസൈൻ സെക്ഷൻ കംപ്ലീറ്റ് ആകും എന്നുള്ളത് കൊണ്ട് വേഗം ഇതിന്റെ സൈഡ്സ് ഒക്കെ ഒന്ന് പറയാം. ഫോണിന്റെ റൈറ്റ് സൈഡിൽ സിം ട്രേ ഉണ്ട്. ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് ഉള്ള ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ആണ്. ഒരു സൈഡിൽ 2 സിമ്മും മറു സൈഡിൽ SD കാർഡും ഇടാവുന്ന രീതിയിൽ. മുകളിൽ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മാത്രം. താഴെ 3.5 mm ഓഡിയോ ജാക്ക്, ടൈപ്പ് സി ചാർജിംഗ് പോർട്ട്, സ്പീക്കർ, മെയിൻ മൈക്രോഫോൺ. ഫോണിന്റെ ഇടതുവശത്ത് വോളിയം ബട്ടൺസും ഫിംഗർ പ്രിന്റ് സെൻസറും ഇൻക്ലൂഡ് ആയിട്ട് പവർ ഓൺ ബട്ടണും കാണാം. 25K റേഞ്ചിൽ പ്രൈസ് ചെയ്തിരിക്കുന്നത് കൊണ്ടും സൂപ്പർ AMOLED ഡിസ്പ്ലേ ഒക്കെ തരുന്നതുകൊണ്ടും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ തരാമായിരുന്നു എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. കുറച്ചുകൂടി പ്രീമിയം ഫിനിഷ് തന്നേനെങ്കിൽ.
ഈ ഫോണിന്റെ ഏറ്റവും മികച്ച ഫീച്ചേഴ്സിൽ ഒന്നായി കൺസിഡർ ചെയ്യാവുന്ന ഒന്നാണ് 6.7 ഇഞ്ചസ് സൂപ്പർ AMOLED സ്ക്രീൻ ഡിസ്പ്ലേ. ഫുൾ HD റെസൊല്യൂഷനിലുള്ളതാണ്. ഹൈ റിഫ്രഷ് റേറ്റ് ഒന്നും തരുന്നില്ല. നോർമൽ 60 Hz ആണ് വരുന്നുള്ളൂ. എങ്കിലും സാംസങ്ങിന്റെ ഹൈ എൻഡ് പാനൽസിന്റെ എല്ലാ ക്വാളിറ്റിയും ഉള്ള ഒരു ഡിസ്പ്ലേ ആണ് ഗാലക്സി F62ൽ. 16 മില്യൺ കളർ സപ്പോർട്ടും 10 lakh:1 കോൺട്രാസ്റ്റ് റേഷ്യോയും. എന്റെ യൂസിൽ ഇതിന്റെ ഡിസ്പ്ലേ അതിഗംഭീരമായിട്ടാണ് തോന്നിയത്. 25K പ്രൈസ് റേഞ്ചിലുള്ള ഫോൺസിൽ ഏറ്റവും ബെസ്റ്റ് ആണെന്ന് പറയാം. ഈവൻ ഗാലക്സി M51നേക്കാൾ ബെറ്റർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ ഒരു വിവിഡ് ഡിസ്പ്ലേയും ലോങ്ങർ ബാറ്ററി ലൈഫുമാണ് ഈ ഫോണിന്റെ മെയിൻ ഹൈലൈറ്റ്. സാംസങ്ങിന്റെ സൂപ്പർ AMOLED പാനൽസ് ആണ് ബെസ്റ്റ് ഇൻ ഇൻഡസ്ട്രി. ഗാലക്സി F62ൽ ഉള്ളത് നല്ല ബ്രൈറ്റ്നസ്സും കളർ സാച്ചുറേഷനും ഉള്ളതുമാണ്. കറന്റ്ലി HDR സപ്പോർട്ട് നൽകിയിട്ടില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വലിയ ഇൻഫർമേഷൻസ് സാംസങ് സൈഡിൽ നിന്ന് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. എങ്കിലും യൂട്യൂബിൽ നിന്ന് HDR വീഡിയോ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. HDR സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ അത്തരം വീഡിയോസ് കാണുമ്പോൾ ചെറിയൊരു ബ്രൈറ്റ്നസ് ഫ്ലിക്കറിംഗ് എനിക്ക് അനുഭവപ്പെട്ടായിരുന്നു. അഡാപ്റ്റീവ് ബ്രൈറ്റ്നസിലാണെങ്കിലും അല്ലെങ്കിലും ഇങ്ങനെ ഒരു ഫ്ലിക്കറിംഗ് ഉണ്ട്. അത് പ്രത്യേകിച്ച് ഇൻഡോർ കണ്ടീഷൻസിൽ വരുമ്പോഴാണ്. ഇൻഡോർ ലൈറ്റ്സിന്റെ വേരിയേഷൻസിൽ വരുമ്പോഴാണ് ഈ പ്രശ്നം. ഔട്ട്ഡോർ അല്ലെങ്കിൽ നല്ല ലൈറ്റ് ഉള്ള ടൈമിൽ ഈ പ്രോബ്ലം ഇല്ല. എന്തെങ്കിലും സോഫ്റ്റ്വെയർ മിസ്മാച്ച് ആയിരിക്കണം. ഒന്നില്ലെങ്കിൽ HDR യൂട്യൂബിൽ എനേബിൾ ചെയ്യരുത്. അങ്ങനെയാകുമ്പോൾ സെയിം വീഡിയോസ് പ്രശ്നമില്ലാതെ കാണാൻ കഴിയും. ഇത് HDR സപ്പോർട്ട് ഇല്ല, ബട്ട് HDR വീഡിയോസ് പ്ലേ ചെയ്യാൻ സാധിക്കുന്നുമുണ്ട്. അപ്പോൾ ഇതുപോലെ ഫ്ലിക്കറിംഗും അടുത്തൊരു അപ്ഡേറ്റ് കൊണ്ട് അവർ ആ പ്രോബ്ലം പരിഹരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗാലക്സി F62 യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് കമന്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ എക്സ്പീരിയൻസ്. ഓക്കെ, HDR10 സപ്പോർട്ട് ഇല്ല എങ്കിലും വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷൻ പ്രൊവൈഡർ ആണ്. അതുകൊണ്ട് OTT പ്ലാറ്റ്ഫോമിൽ നിന്ന് ഫുൾ HD വീഡിയോസ് ഒക്കെ പ്ലേയബിൾ ആണ്. 420 nits ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. സ്പെക് വൈസ് ബ്രൈറ്റസ്റ്റ് ഡിസ്പ്ലേ ഒന്നും അല്ല എങ്കിലും നല്ല എക്സ്പീരിയൻസ് തന്നെയാണ്. മോശമൊന്നുമില്ല. ഈവൺ ഔട്ട്ഡോർ കണ്ടീഷൻസിൽ പോലും ലെജിബിൾ ആണ്. വ്യൂവിംഗ് ആംഗിൾസും ഓക്കെയാണ്. കൂടാതെ ഡിസ്പ്ലേ കസ്റ്റമൈസേഷൻ ഓപ്ഷൻസും അവൈലബിൾ ആണ്. ലൈക്ക് ചേഞ്ചിങ് കളർ വൈബ്രൻസി, ഡാർക്ക് മോഡ്, ഐ കെയർ ടോഗിൾസ് എക്സെട്ര. ലാർജ് സ്ക്രീൻ ആയതുകൊണ്ട് ഗെയിമിംഗ് എക്സ്പീരിയൻസിനെ അത് കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. പഞ്ച് ഹോൾ ആയിട്ട് സെൽഫി ക്യാമറ വരുന്നത് വളരെ ചെറുതാണ്. അതുകൊണ്ട് സ്ക്രീൻ വ്യൂവിങ്ങിനെ അത് അത്രയ്ക്ക് ബാധിക്കുന്നില്ല. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്ന ഡിസ്പ്ലേ അല്ല. അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാമായിരുന്നു. ഇതിലും കുറഞ്ഞ AMOLED സ്ക്രീൻസ് ഉള്ള ഫോൺസിൽ ഇൻ ഡിസ്പ്ലേ നൽകുന്നുണ്ട് എന്ന് നോക്കുമ്പോൾ. അതുപോട്ടെ, ഇതിന്റെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ നല്ല ഫാസ്റ്റർ ആണ്. അതുപോലെ ബട്ടൺസിന്റെ പ്ലേസിംഗ് നല്ല പൊസിഷൻസിലാണ്. പെട്ടെന്ന് റീച്ച് ചെയ്യാവുന്ന ഒരു പൊസിഷനിലാണ് നൽകിയിട്ടുള്ളത്. ഫേസ് അൺലോക്കും നല്ല ഫാസ്റ്റർ എക്സ്പീരിയൻസ് ആണ് തരുന്നത്. കുറച്ച് ലൈറ്റ് കുറവുള്ള എൻവയോൺമെന്റിലാണെങ്കിലും ഫേസ് ഡിറ്റക്ട് ചെയ്യുന്ന കാര്യം ഫാസ്റ്റർ ആണ്. അതുപോലെ ആക്യുറേറ്റുമാണ്. ഇനി ക്യാമറയുടെ സൈഡിലേക്ക് വന്നാൽ റെയറിലുള്ള കോഡ് ക്യാമറ സെറ്റപ്പിൽ പ്രൈമറി ക്യാമറ 64 MB സോണി IMX682 സെൻസറാണ്. f1.8 അപ്പേച്ചറിലുള്ളതാണ്. പിന്നെ ഉള്ളത് 12 MB അൾട്രാ വൈഡ് സെൻസറാണ് വിത്ത് f2.2 അപ്പേച്ചർ. പിന്നെ f2.4 അപ്പേച്ചറിൽ വരുന്ന 5 MB ഡെപ്ത് സെൻസറും മാക്രോ സെൻസറുമാണ്. ഫ്രണ്ടിൽ വരുന്നത് 32 MP ഒരു സെൽഫി സെൻസറാണ് വിത്ത് f2.2 അപ്പേച്ചർ. ഈ ഫോണിന്റെ മറ്റൊരു ഹൈലൈറ്റിംഗ് ഫീച്ചർ ആണ് ക്യാമറ. എന്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസിൽ നിന്ന് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. ലൈക്ക് വാല്യൂ ഫോർ മണി സ്പെക് എന്ന് വേണമെങ്കിൽ പറയാം. ഡേ ടൈം കണ്ടീഷൻസിൽ പ്രൈമറി ആൻഡ് അൾട്രാ വൈഡ് ക്യാമറ ഉപയോഗിച്ച് നല്ല ക്വാളിറ്റി ഇമേജസ് ക്ലിക്ക് ചെയ്യാൻ സാധിക്കും. ഈ രണ്ട് സെൻസേഴ്സ് യൂസ് ചെയ്തെടുത്ത ഇമേജസിനെല്ലാം സിമിലർ കളർ ടോൺസ് ആണ്. ഫ്രണ്ട് ആൻഡ് ബാക്ക് ക്യാമറയിൽ HDR എനേബിൾ ചെയ്യാൻ സാധിക്കും. HDR എടുക്കുന്ന ഇമേജസിന്റെ എക്സ്പോഷർ നല്ലപോലെ ബാലൻസ് ചെയ്യുന്നുണ്ട്. നോർമൽ മോഡ്സിൽ എടുക്കുന്ന ഇമേജസിന് ചെറിയ രീതിയിൽ ഓവർ സാച്ചുറേറ്റഡ് റിസൾട്ട്സ് ആണ്. കുറച്ച് ഡീറ്റെയിൽസും കുറവുണ്ട്. ഓവർ സാച്ചുറേറ്റഡ് എഫക്ട് നമുക്കൊരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് മാറ്റാൻ സാധിക്കും. എന്നാൽ ഡീറ്റെയിൽസ് തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. ഫോക്കസിംഗ് സ്പീഡൊക്കെ അത്യാവശ്യം ഫാസ്റ്റർ ആണ്. എന്നാൽ ചെറിയൊരു ഷട്ടർ സ്പീഡിന്റെ ലാഗ് ഉണ്ട്. 12 MP അൾട്രാ വൈഡിൽ എടുക്കുന്ന ഇമേജസിന് നല്ല ഡൈനാമിക് റേഞ്ച് ഉണ്ട്. 123° ഫീൽഡ് ഓഫ് വ്യൂ ആണ് ലഭിക്കുന്നത്. എന്നാൽ നോട്ടീസബിൾ ആയിട്ടുള്ള ഡിസ്റ്റോർഷൻസും പാച്ച്നെസ്സും കാണാം ചില സമയത്ത്. അതുപോലെ ഷാർപ്നെസ്സും 64 MB ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. ക്ലോസ് അപ്പ് ഷോട്ട്സ് ഒക്കെ ഗുഡ് ഡീറ്റെയിൽസും ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ഒക്കെ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. ഇൻഡോർ അറ്റ് നൈറ്റ് കണ്ടീഷൻസിലും ഇമേജസ് ഒക്കെ ക്ലീൻ വിത്ത് ഗുഡ് കളേഴ്സ്. എന്നാൽ ഡീറ്റെയിൽസ് കുറവുണ്ട്. മാക്രോ ക്യാമറ നല്ല റിസൾട്ട് ആണ് തരുന്നത്. അത്യാവശ്യത്തിന് ലൈറ്റ് ഒബ്ജക്റ്റിൽ വീഴുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം എന്ന് മാത്രം. 4 cm വരെ അടുത്ത് പോയി മാക്രോ ഇമേജസ് എടുക്കാം. അത്യാവശ്യത്തിന് ഡീറ്റെയിൽസ് ഉണ്ട്. എന്നാൽ കളർ ഒക്കെ ആക്യുറേറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. പോർട്രേറ്റ് ഇമേജസ് നല്ലതാണ്. ലോ ലൈറ്റിൽ വരുമ്പോൾ എഡ്ജ് ഡിറ്റക്ഷൻ കുറച്ച് പുറകിലോട്ടാണ്. പോർട്രേറ്റിൽ ബാക്ക്ഗ്രൗണ്ട് ഫിൽറ്റേഴ്സ് ഒക്കെ കുറെ കിട്ടുന്നുണ്ട്. ലോ ലൈറ്റ് അല്ലെങ്കിൽ നൈറ്റ് ഫോട്ടോഗ്രാഫിയിലേക്ക് വരുമ്പോൾ നോർമൽ മോഡ്സിൽ നിന്ന് ഒരുപാട് ബെറ്റർ റിസൾട്ട്സ് ആണ് നൈറ്റ് മോഡിൽ ഇട്ടെടുക്കുമ്പോൾ കിട്ടുന്നത്. ലോ ലൈറ്റ് ആണെന്ന് സീൻ ഒപ്റ്റിമൈസർ ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ തീരെ ലൈറ്റ് ഉണ്ടാകാൻ പാടില്ല. അൾട്രാ വൈഡിൽ നിന്നുള്ള നൈറ്റ് ഫോട്ടോഗ്രാഫി അത്രയ്ക്ക് മികച്ചതല്ല.
ഇതിനെല്ലാം പുറമെ കുറച്ച് ഷൂട്ടിംഗ് മോഡ്സും അവൈലബിൾ ആണ്, ലൈക്ക് AR ഡ്യൂഡിൽ, സിംഗിൾ ടേക്ക്, പോർട്രേറ്റ് വീഡിയോ എക്സെട്ര. ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്ത് സെൽഫീസ് എടുക്കുമ്പോൾ നല്ല ഡേലൈറ്റ് കണ്ടീഷൻസിൽ ഡീറ്റെയിൽസ് ഉണ്ട്. സ്കിൻ സ്മൂത്തനിങ് എഫക്റ്റ് ഒക്കെ അപ്ലൈ ചെയ്ത് എടുക്കാൻ സാധിക്കും. ഈവൻ സ്കിൻ സ്മൂത്തനിങ് ഓഫ് ആണെങ്കിലും ചെറിയ രീതിയിലൊരു സ്മൂത്തനിങ് ഡിഫോൾട്ട് ആയിട്ട് വരുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻസിൽ സെൽഫി എടുക്കുമ്പോൾ സ്കിൻ ടോൺസിലൊക്കെ ഡിഫറൻസസ് ഉണ്ട്. പോർട്രേറ്റ് മോഡിൽ എഡ്ജ് ഡിറ്റക്ഷൻ ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സെപ്പറേഷൻ ഒക്കെ നല്ലതാണ്. 4K 30 FPS സെൽഫി വീഡിയോ എടുക്കാൻ സാധിക്കും. നല്ല റിസൾട്ട് ആണ്. ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ട്, എന്നാൽ സ്റ്റെബിലൈസേഷൻ നൽകിയിട്ടില്ല. ഇനി റെയർ ക്യാമറയിൽ കൂടെയുള്ള വീഡിയോയുടെ കാര്യം പറയാനാണെങ്കിൽ 4K 30 FPS വരെ കിട്ടുന്നുണ്ട്, എന്നാൽ 1080p 60 FPS കിട്ടില്ല. 30 FPS വരെയാണ് സപ്പോർട്ട് ഉള്ളൂ. അത് ചെറിയ പോരായ്മയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്, എസ്പെഷ്യലി വളരെ റേറ്റ് കുറഞ്ഞ ഫോൺസിൽ വരെ 60 FPS കിട്ടുമ്പോൾ. എന്തായാലും 4K 30 FPS വീഡിയോസിലും നമുക്ക് സൂപ്പർ സ്റ്റഡി മോഡ് ഓണാക്കി സ്റ്റെബിലൈസ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ക്യാമറ റിവ്യൂ ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ പ്ലീസ് കമന്റ്. ഒരുപാട് പേര് ആവശ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. ക്യാമറയുടെ ഇമേജ് പ്രോസസ്സിംഗ് അടിപൊളിയാവാൻ കാരണം ഇതിന്റെ പ്രോസസ്സിംഗ് സ്പീഡ് തന്നെയാണ്. ഈ ഫോൺ പവർ ചെയ്തിരിക്കുന്നത് Exynos 9825 എന്ന ചിപ്സെറ്റ് ആണ്. 7 നാനോമീറ്റർ ആർക്കിടെക്ചറിലുള്ളതാണ്. 2.7 GHz ക്ലോക്ക് ചെയ്ത ഒക്ടാകോർ പ്രോസസ്സറുമാണ്. യെസ്, കുറച്ച് ഹൈ എൻഡ് പ്രോസസ്സറാണ്. വ്യക്തമാക്കിയാൽ ഗാലക്സി നോട്ട് 10ഉം നോട്ട് 10 പ്ലസിലും കണ്ട സെയിം പ്രോസസ്സറാണ്, അതായത് ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ളത്. ബട്ട് ചെറിയൊരു കാര്യമുണ്ട്, 2019 ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. സോ 2 years പഴയതാണ്. എന്നാലും ഈ പ്രൈസ് സെഗ്മെന്റിൽ ഇവർ ഇത് കൊണ്ടുവന്നത് നല്ല കാര്യം തന്നെയാണ്. OS ഔട്ട് ഓഫ് ദി ബോക്സ് 1 UI 3.1 ആണ് ബേസ്ഡ് ഓൺ Android 11. ഡെയിലി ടാസ്ക് ഹാൻഡിൽ ചെയ്യുമ്പോഴും ഒരു ആവറേജ് യൂസിൽ ഒക്കെ വളരെ അനായാസം യൂസ് ചെയ്യാവുന്ന എല്ലാം ഇതിലുണ്ട്. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളോ ഫീൽ ചെയ്തില്ല. ഡെയിലി യൂസിൽ ഹീറ്റ് ആകുന്ന ഒരു അവസ്ഥയും ഉണ്ടായില്ല. 6GB റാം വേരിയന്റ് ആണിത്, കൂടാതെ 8GB വേരിയന്റ് കൂടി ആണ് വരുന്നത്. രണ്ടിലും 128GB സ്റ്റോറേജ് ആണ്. ഇതിന്റെ പ്രൈസ് 23,999 റുപ്പീസ് ആണ്. 8GB വേരിയന്റ് 25,999 റുപ്പീസും. പ്രൊസസർ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ സ്പീഡ് ടെസ്റ്റ് റൺ ചെയ്തപ്പോൾ അത്രയ്ക്ക് ബെറ്റർ ആയിട്ട് തോന്നിയില്ല. ലൈക്ക് സ്നാപ്ഡ്രാഗൺ 730Gയും 732G ആയിട്ട് കമ്പയർ ചെയ്തത്. റാം മാനേജ്മെന്റ് കമ്പാരിറ്റീവ്ലി പുറകിലാണ്, എന്നാലും ചെറിയ രീതിയിലുള്ള ഡിഫറൻസസ് ആണുള്ളൂ. ഗെയിമിംഗിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. എല്ലാ ഗെയിംസിന്റെയും ഹൈ ഗ്രാഫിക്സ് സെറ്റിംഗ്സ് അവൈലബിൾ ആണ്. ആ ഹൈ പ്രീസെറ്റ്സിൽ കളിക്കുമ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളില്ല, എന്നാലും ഞാൻ ഏറ്റവും ഹൈ സെറ്റിംഗ്സ് സജസ്റ്റ് ചെയ്യില്ല. കുറച്ചുകൂടി ഈസി ഫ്ലോ അതിലും താഴെയുള്ള സെറ്റിംഗ്സ് ആയിരിക്കും. അതുപോലെ ഗ്രാഫിക് ഡീറ്റെയിലിംഗിന്റെ കാര്യം ശ്രദ്ധിച്ചു, ഗംഭീരമാണ്. മാലി G76 MP12 ആണ് ഇതിന്റെ GPU ആയിട്ട് വരുന്നത്. കൂടെ ചേർത്ത് പറയേണ്ട മറ്റൊന്നാണ് ബാറ്ററി ഡ്രെയിനിങ്. 30 minutes ബാറ്ററി ഡ്രെയിൻ ഔട്ട് ടെസ്റ്റിൽ ഗെയിം കളിച്ചപ്പോൾ പോയത് 4% ആണ്. ഗെയിമിംഗ് ടെസ്റ്റിൽ കൂടുതലും കണ്ടത് ഹയർ സെറ്റിംഗ്സിൽ കളിക്കുമ്പോൾ 4 to 5%ഉം ഗ്രാഫിക്സ് കുറച്ച് കളിക്കുമ്പോൾ 2 to 3% ഡ്രോപ്പുമാണ്. അത് തികച്ചും എക്സലന്റ് റിസൾട്ട്സ് ആണ്. നല്ലപോലെ കാലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് സാംസങ് ഈ കാര്യങ്ങൾ. വിശദമായിട്ടുള്ള ഗെയിമിംഗ് ടെസ്റ്റും ബാറ്ററി ടെസ്റ്റും നമ്മുടെ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. വെറുതെ വീഡിയോ ലെങ്ത് വലിച്ചു നീട്ടുന്നില്ല. നമുക്ക് നേരെ ഇനി ബാറ്ററി സൈഡ് കൂടി പറയാം. 7000 mAh കപ്പാസിറ്റി ഉള്ള ഒരു ബാറ്ററിയാണ് സാംസങ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 25 വാട്ടിന്റെ ചാർജറുമാണ് കൂടെ നൽകുന്നത്. എനിക്ക് ചെറിയ ഡൗട്ട്സ് ഉണ്ടായി, ഇത്രയും വലിയ ബാറ്ററി ചാർജ് ചെയ്യാൻ 25 വാട്ട് ആണെങ്കിൽ കുറച്ച് ടൈം കൂടുതൽ എടുക്കില്ലേ എന്ന്. എന്നാൽ റിസൾട്ട്സ് വളരെ ഗുഡ് ആണ്. 2 hours അറൗണ്ട് ആണ് എടുക്കുന്നുള്ളൂ. ബാറ്ററി ചാർജിംഗ് ടെസ്റ്റിൽ 2 hours ആണ് എടുത്തത്. 33 വാട്ട് ചാർജറും 6000 mAh ചാർജ് ചെയ്യാൻ 1 hour 46 minutes എടുത്തപ്പോൾ 2 hours 60 minutes കൊണ്ട് 25 വാട്ട് ചാർജ് ചെയ്തത്. ഈവൻ അത് കഴിഞ്ഞ് ഉള്ള ചാർജിംഗ് ടൈമിലും 2 hours കൊണ്ട് ചാർജ് ആകുന്നുണ്ട്. സോ ബെറ്റർ ചാർജിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ ബാറ്ററി ഡ്രെയിനിങ് ഔട്ടിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. 7000 mAh ഉള്ളത് കൊണ്ട് തന്നെ എത്ര ഹയർ ഗെയിമർ ആണെങ്കിലും 1 day ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആവറേജ് യൂസർ ആണെങ്കിൽ 2 days ഈസിലി യൂസ് ചെയ്യാൻ സാധിക്കും. 30 minutes സ്ക്രീൻ ഓൺ ടൈം ചെക്ക് ചെയ്തപ്പോൾ ലോസ് ആയത് 1% ആണ് നമുക്ക് ടെസ്റ്റിംഗിൽ. അതുപോലെ വീഡിയോ സ്ട്രീം ചെയ്തപ്പോൾ 3%. സോ ബാറ്ററിയുടെ കാര്യത്തിൽ നിങ്ങൾക്കൊരു സംശയം വേണ്ട, ഇത് വൺ ഓഫ് ദി വെരി ബെസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് എനിക്ക് 1 month കൊണ്ട് ഈ ഫോണിനെ കുറിച്ച് എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ. ഗാലക്സി M51 എന്ന ഫോൺ ലാസ്റ്റ് ഇയർ ഇറങ്ങിയപ്പോൾ വളരെയധികം മാർക്കറ്റിൽ സക്സസ് ആയിരുന്നു. ഈ ഫോൺ ഗാലക്സി M51 ബെറ്റർ ആണ്. ഇതാണ് ഒറ്റ വാക്കിൽ പറയാനുള്ളത്. ഇനി ഒരു സെക്ഷൻ തിരിച്ച് പറയാനാണെങ്കിൽ ഏറ്റവും ഹൈലൈറ്റിംഗ് ഫീച്ചർ ഡിസ്പ്ലേ പ്ലസ് ബാറ്ററിയാണ്. പിന്നെ ക്യാമറ പ്ലസ് പ്രൊസസർ. തേർഡ് ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി. ഈ ഫോണിന്റെ പ്രൈസിംഗ് കറക്റ്റ് ആണ്, ഓവർ പ്രൈസ്ഡ് അല്ല. എന്നാൽ ഞാൻ മേടിക്കുമ്പോൾ എനിക്ക് ക്യാഷ് ബാക്ക് കിട്ടിയായിരുന്നു 2500. സോ എനിക്ക് ആ പ്രൈസ് പോയിന്റിൽ നോക്കുമ്പോൾ വാല്യൂ ഫോർ മണി ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഒരുപാട് പ്രീമിയം ഫീൽ തരുന്ന ഒരു സെമി പ്രീമിയം മിഡ് റേഞ്ചർ ആണ് ഈ ഫോൺ. ഈ ബഡ്ജറ്റിലാണ് നിങ്ങൾ ഫോൺ എടുക്കുന്നതെങ്കിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ മെയിൻ പ്രയോറിറ്റീസ് ഈ ഫോണിന്റെ പോസിറ്റീവ് സൈഡ്സിൽ ഞാൻ പറഞ്ഞപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് വാങ്ങിക്കാം എന്ന് ഞാൻ പറയും. സോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നി എന്ന് കരുതുന്നു.
വീഡിയോ ലെങ്ത് ഇത്തിരി കൂടിപ്പോയി, പിന്നെ കൂടാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല, പറയേണ്ടതെല്ലാം പറയണമല്ലോ. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ ഇടയിലോട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഒട്ടനവധി ടെക് റിലേറ്റഡ് വീഡിയോസ് വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്.